അവിടെ ഒരു ശാരദാ ക്ഷേത്രമുണ്ട്. ശാരദാ യാത്രാക്ഷേത്രം എന്ന് പറയുന്നതാണ് ശരി. രവീന്ദ്ര പണ്ഡിത എന്ന് പറയുന്ന ഒരു കശ്മീരി പണ്ഡിറ്റ്, കശ്മീരി പണ്ഡിറ്റുകളുടെ ചരിത്രം നമുക്കറിയാം. വാലിയിൽ നിന്ന് ഓടിപ്പോയ ആളുകളാണ്. അതിൽ ധീരനായ ഒരു കശ്മീരി പണ്ഡിറ്റ്, അദ്ദേഹത്തിന് ഒരു 65-70 വയസ്സോളം ഉണ്ട്. ധൈര്യത്തിന്റെ മൂർത്തി രൂപമാണ്. അദ്ദേഹത്തിന്റെ ഒരു ശ്രമഫലമായിട്ട് പിന്നെ അതിന്റെ അടുത്തൊരു സിഖ് വില്ലേജ് ഉണ്ട്, ത്രിഭുവൻ എന്ന് പറയും. ആ ത്രിഭുവനിലെ ഒരു ജോഗീന്ദർ സിംഗ്, അദ്ദേഹവും ഈ പറയുന്ന രവീന്ദ്ര പണ്ഡിതയും മറ്റ് അത്തരം വിഷയങ്ങളിൽ താല്പര്യമുള്ള ആളുകളെല്ലാം കൂടെ ഐതിഹാസികമായ ഒരു സമരം നടത്തിയിട്ടാണ് അവിടെ ആ ക്ഷേത്രം പണിതിരിക്കുന്നത്, ശാരദാ യാത്രാക്ഷേത്രം. ഈ ക്ഷേത്രത്തിലേക്ക് സഞ്ചരിക്കുക. ഈ ക്ഷേത്രം എന്തിന്റെ ക്ഷേത്രം എന്നുള്ള ചോദ്യം. ഈ ക്ഷേത്രം LOCയിലാണ് നിൽക്കുന്നത്, ലൈൻ ഓഫ് കൺട്രോളിലാണ് നിൽക്കുന്നത്. കിഷൻ ഗംഗ എന്ന് പറയുന്ന ഒരു നദി, ആ നദിയാണ് അവിടെ LOC. ആ നദിക്കിപ്പുറം ഭാരതവും അപ്പുറം പാക് ഒക്യുപ്പൈഡ് ജമ്മു ആൻഡ് കാശ്മീരുമാണ്. എന്ന് വെച്ചാൽ തൊട്ടപ്പുറത്ത് പാകിസ്ഥാൻ തന്നെയാണ്. അവിടെയാണ് ഈ ക്ഷേത്രം പണിതിരിക്കുന്നത്. ആ ക്ഷേത്രം പണിതിരിക്കുന്നത് ധൈര്യമായിട്ടാണ്. അത്രയും ധീരത അവർ കാണിച്ചിട്ട്. എന്തിന്റെ പ്രതീകമാണ് ആ ക്ഷേത്രം എന്ന് ചോദിച്ചാൽ POKയിൽ തകർക്കപ്പെട്ട ശാരദാ പീഠത്തിന്റെ പ്രതീകമാണ്. അപ്പൊ മലയാളികളായ നമുക്ക് ശാരദാ പീഠവുമായിട്ട് അഭേദ്യമായ ബന്ധം, വിശിഷ്യ കേരളം കശ്മീരവുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ശങ്കരാചാര്യർ കേരളത്തിൽ നിന്ന് അവിടം വരെ കാൽനടയായി നടന്നുപോയി ഭാരതത്തിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള അറിവിന്റെ കേദാരം എന്ന് പറയുന്ന കശ്മീരത്ത് പോയി സർവജ്ഞപീഠം കയറിയിരിക്കുന്നത് ശാരദയിലാണ്. ആ ശാരദ വരെ, ശങ്കര ടു ശാരദ എന്നാണ് പറയുന്നത്. ശങ്കരന്റെ നാട്ടിൽ നിന്ന് ഞങ്ങൾ ഇതാ ബുള്ളറ്റ് ബൈക്കിൽ 100 പേര്, ഞങ്ങളുടെ ബുള്ളറ്റ് ബൈക്കിന്റെ ശബ്ദം ആരെയും ഭയപ്പെടുത്താനല്ല, മറിച്ച് നാളത്തെ ഭാരതത്തിന്റെ പ്രതീക്ഷയുടെ ശബ്ദമാണ് എന്നുള്ള അർത്ഥത്തിൽ സഞ്ചരിക്കുക.